ഗൈസ് പല ആൾക്കാരും പറഞ്ഞു കേൾക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് അവർക്ക് അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരാളെ എടുക്കും. ചിലപ്പോൾ ഒരു ബിസിനസ് ടൈക്കോണായിട്ടുള്ള അംബാനി ആവും, അല്ലെങ്കിൽ മെസ്സി, റൊണാൾഡോ, വിജയ് ആര് വേണമെങ്കിലും ആവും. അവരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയും, അപ്പോൾ ജനിക്കുവാണെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ജനിക്കണം. അപ്പോൾ എന്തൊരു ഭാഗ്യമാണല്ലേ, എന്തൊരു പൈസയാണല്ലേ, ജീവിക്കുമ്പോൾ ഇവരൊക്കെ പോലെ ജീവിക്കണം. എന്നിട്ട് അവർക്കുള്ള ആ ഒരു സക്സസ്ഫുൾനെസ് അത് ഇവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും, അവർ സക്സസ്ഫുൾ ആവാൻ കാരണം അവർക്ക് ലക്കൊക്കെ ഉണ്ടായിട്ടാണ്, നമുക്ക് ആ ലക്കില്ലല്ലോ, നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരെ പോലെ ആവാത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായിരുന്നു വിഷമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള പല ആൾക്കാരും നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് കാര്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാവ് യു ഹേർഡ് ഓഫ് റെഡ് കാർ തിയറി? അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കോളേജിലോട്ടോ പോകാമെന്ന് ഓർക്കും, എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ഈ പോണ വഴി എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ ചുവന്ന കാർ വല്ലതും കണ്ടായിരുന്നു ഇന്ന് പോയപ്പോൾ, ഇന്ന് വല്ലതും പോയായിരുന്ന? അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കാമെന്ന് ഓർക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം കണ്ട് കാണും, ഓർമ്മയില്ല എവിടെ വെച്ചാൽ കണ്ടതെന്ന്, കണ്ടോന്നും ഓർമ്മയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ഒരു 99% ആൻസറും അതായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുവാണ്, എടാ നീ ഇന്ന് റോട്ടിൽ കണ്ടുപിടിക്കുന്ന ഓരോ ചുവന്ന കാറിന് ഞാൻ നിനക്ക് 10,000 രൂപ വെച്ച് തരുമെന്ന് പറയുകയാണ്. അപ്പോൾ നീക്ക് എന്ത് ചെയ്യും? പിറ്റേ ദിവസം പുറത്തേക്ക് പോകുന്ന നേരത്ത് എന്തായിരുന്നു, ഓരോ അറ്റവും മൂലം അരിച്ച് പറക്കും ചുവന്ന കാറിന് വേണ്ടിയിട്ട്, കാരണം 10,000 രൂപ കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ക്, അവർക്കൊക്കെ ഉള്ള ലക്ക്, നമുക്കില്ലാത്ത ലക്ക്. അതും ഇതുപോലെയാണ്. ലക്ക് എന്ന് പറയാൻ നേരത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആരും നമ്മുടെ കൈ കൊണ്ടുവന്ന നേരത്തിൽ നമ്മൾ അങ്ങോട്ട് ഞാൻ തപ്പിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ സെർച്ച് ചെയ്യേണ്ട നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ അപ്പുറം ഇപ്പുറം എല്ലായിടം കൂടി പോയി കാണും, നമ്മൾ അറിയുന്ന കൂടിയില്ല. There's a saying, we have to be always be prepared for an opportunity. നമ്മളെപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അവസരം എപ്പോൾ വേണമെങ്കിലും വരാം. അവസരം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ഓർക്ക്. യു ഹാവ് ടു ജസ്റ്റ് ക്രിയേറ്റ് വൺ.